നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 2-in-1 ഡ്രൈ വാക്വം ക്ലീനർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാം, സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. അപ്പൊ ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക. ബോക്സിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ക്രെവിസ് നോസിലാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് കിട്ടുന്നുണ്ട്. ഇതും എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. അതിനോടൊപ്പം മറ്റൊരു മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോർ ബ്രഷ് കിട്ടുന്നുണ്ട്. ഇതും കുറെ അധികം ഫംഗ്ഷൻസ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതും നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാം. ഇനിയുള്ളത് ഒരു കണക്റ്റിംഗ് പൈപ്പാണ്. ഈ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാൻഡ് ഹെൽഡ് വാക്വം ക്ലീനറിനെ സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇതൊരു വാൾ മൗണ്ട് ആണ്. ഈ വാൾ മൗണ്ട് ഭിത്തിയിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ പേര് എലഗന്റ് സ്റ്റിക്ക് വാക്വം ക്ലീനർ എന്നാണ്. അപ്പൊ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫിനിഷിംഗും ലുക്കും ഒക്കെ ഇതിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മെയിൻ യൂണിറ്റിന്റെ ഓരോരോ ഭാഗങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നൽകിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇതിന്റെ ഹാൻഡിൽ. ഇതിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അകാരോടെ ബ്രാൻഡിങ് കാണാൻ സാധിക്കും. പിന്നെ തന്നെ ഇവിടെ രണ്ട് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്വിച്ച് പവർ ബട്ടൺ ആണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആവും. ഓഫ് ചെയ്യാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് താഴെയായിട്ട് മറ്റൊരു സ്വിച്ച് കൂടെ നൽകിയിട്ടുണ്ട്. അതിന് താഴെ രണ്ട് LED ഇൻഡിക്കേറ്ററും കാണാനായിട്ട് സാധിക്കും. ഈ താഴെ നൽകിയിരിക്കുന്ന സ്വിച്ചിലാണ് നമ്മൾ സെക്ഷൻ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. രണ്ട് മോഡ്സ് ആണ് ഇതിലുള്ളത്. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ പവർ ഓൺ ചെയ്യുകയാണ്. ഈ രീതിയിൽ നമുക്ക് സെക്ഷൻ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലോ മോഡിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് 32 മിനിറ്റ് കിട്ടും. ഇനി നമ്മൾ ഹൈ മോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് 22 മിനിറ്റ് ആയിരിക്കും ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക. 5 മണിക്കൂർ എടുക്കും ഇതിന്റെ ബാറ്ററി ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ആകാനായിട്ട്. ഫ്രണ്ടിൽ ഈ കാണുന്ന ട്യൂബ് ഉണ്ടല്ലോ, ഇതൊരു കണക്റ്റിംഗ് ട്യൂബാണ്. ഇതിലേക്ക് നമുക്ക് പല പല അറ്റാച്ച്മെന്റുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് താഴെയായിട്ട് ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ വേസ്റ്റ് കണ്ടെയ്നർ. വേസ്റ്റ് കണ്ടെയ്നർ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ബ്ലൂ കളർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് കണ്ടെയ്നർ ഇതേപോലെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡസ്റ്റ്ബിനിലേക്ക് അത് കളയാൻ സാധിക്കും. ഇനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇതിന്റെ സൈഡിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹാൻഡിലിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ഫിൽട്ടർ. ഇതിങ്ങനെ നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡ്രൈ ക്ലീൻ മാത്രം ചെയ്യുക, വെള്ളം ഒഴിച്ച് കഴുകരുത്. വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ക്ലീൻ ചെയ്തതിനു ശേഷം വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഇതിലേക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്യാനും സാധിക്കും. ഇനി വാക്വം ക്ലീനർ നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറൈസ്ഡ് ബ്രഷ് ഇതേപോലെ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, ഇതിപ്പോ ഒരു ഹാൻഡ് ഹെൽഡ് വാക്വം ക്ലീനർ ആയിട്ടുണ്ട്. ഇനി ഇത് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാനും സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ അറ്റാച്ച്മെന്റുകളിലും ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇത് മൾട്ടി പർപ്പസ് ബ്രഷ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഹാൻഡ് ഹെൽഡ് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിനെ ഒരു സ്റ്റിക്ക് വാക്വം ക്ലീനർ ആക്കണമെങ്കിൽ ഈ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഈ രീതിയിൽ പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പൈപ്പ് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ മുമ്പേ കാണിച്ച എല്ലാ അറ്റാച്ച്മെന്റും ഈ പൈപ്പിന്റെ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മൾട്ടിപർപ്പസ് ബ്രഷ് ഞാൻ ഈ പൈപ്പിന്റെ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ ഇതൊരു സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാക്വം ക്ലീനറിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ടും ഹാൻഡ് ഹെൽഡ് വാക്വം ക്ലീനർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. 150 വാട്ട്സിന്റെ ഹൈ എഫിഷ്യൻസി കോപ്പർ മോട്ടർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സെക്ഷൻ പവർ 9 kPa ആണ്. അപ്പൊ ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബെഡ് ക്ലീൻ ചെയ്യാം, കാർപ്പറ്റ് ക്ലീൻ ചെയ്യാം, ഫ്ലോർ ക്ലീൻ ചെയ്യാം, കാർ ക്ലീൻ ചെയ്യാം, വിൻഡോസ് ക്ലീൻ ചെയ്യാം, ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാം, കീബോർഡ്സ് ക്ലീൻ ചെയ്യാം, ചെയർ ക്ലീൻ ചെയ്യാം. അങ്ങനെ വീട്ടിലും ഓഫീസിലും ഒക്കെ ആയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലീനിങ്ങും ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഉപയോഗിച്ചത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഈ വാക്വം ക്ലീനറിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ഓരോ അറ്റാച്ച്മെന്റും ഓരോ സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പം വിൻഡോ ക്ലീൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കതകിന്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഓരോ സാഹചര്യം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഇതിന്റെയൊക്കെ യൂസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ മൾട്ടിപർപ്പസ് ബ്രഷ് വെച്ചിട്ട് ബെഡ് കുറച്ച് ക്ലീൻ ചെയ്തു. നല്ല രീതിയിൽ ബെഡ് ക്ലീൻ ആവുന്നുണ്ടായിരുന്നു. കുറെ പൊടിയും കാര്യങ്ങളും ഒക്കെ ബെഡിനുള്ളിലോട്ട് ഇറങ്ങിപ്പോയതൊക്കെ ഇത് വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രെവിസ് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് വിൻഡോയുടെ സൈഡൊക്കെ, അതായത് നമ്മുടെ കൈയൊന്നും എത്തി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ക്രെവിസ് നോസിലിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ആ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾ ക്ലീൻ ചെയ്യാൻ, അതേപോലെ തന്നെ സീലിംഗ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഞാനിത് സ്റ്റിക്ക് വാക്വം ക്ലീനർ ആയിട്ട് ഉപയോഗിച്ചപ്പോൾ കാർപ്പറ്റ് ക്ലീൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ അഴുക്കും പൊടിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ
ടൈല് അങ്ങനെയൊക്കെയുള്ള ഏരിയ ക്ലീൻ ചെയ്തു നല്ല രീതിയിലുള്ള ഒരു സെക്ഷൻ പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 9 kPa സെക്ഷൻ പവർ ആണ് ഇതിനുള്ളത്. 9 kPa എന്ന് പറയുമ്പം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടുള്ള പല വാക്വം ക്ലീനറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9 kPa കുറവായിട്ട് തോന്നും. പക്ഷെങ്കിൽ ഇത് എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോ റൂമിനകത്ത് ഒത്തിരി അഴുക്കും പൊടിയും ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാം ഞാൻ ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2-3 LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇരുട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് വലിയ യൂസ്ഫുൾ ആവും. നോക്കി ഈ രീതിയിൽ നമുക്ക് ഈ ലൈറ്റ്സിൻ്റെ പ്രയോജനം ചെയ്യും. കണ്ടോ? അതായത് ടേബിളിനടിയിലോ ബെഡിനടിയിലോ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ യൂസ് ഉണ്ടാകുക. ഇനി ഇതിൻ്റെ ഡസ്റ്റ് കണ്ടെയ്നർ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേസ്റ്റ് മൊത്തം ഇതേപോലെ ഡസ്റ്റ്ബിന്നിലേക്ക് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ഈ ഡസ്റ്റ്ബിനകത്തും ഒരു ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ആ ഫിൽറ്റർ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഫിൽറ്ററും ഡ്രൈ ക്ലീനിങ് മാത്രമേ ചെയ്യാവൂ. വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം പഴയ പോലെ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിലേക്ക് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡസ്റ്റ്ബിനും ക്ലീൻ ചെയ്യണം. അതിലെ ഫിൽറ്ററും മറക്കാതെ തന്നെ ക്ലീൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ മോട്ടറിനകത്തേക്ക് വരെ ഇതിന്റെ ഡസ്റ്റ് കയറി പോവുകയും ഇത് കേടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 6500 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ 1 മാസമോ 2 മാസമോ കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് ഇതിലും കുറവായിരിക്കും, ഇതിലും കൂടുതലാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പ്രൈസിന്റെ വേരിയേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആമസോണിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുക. വീട്ടിലും ഓഫീസിലും ഒക്കെ നമ്മൾ ഈ ചൂല് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുമല്ലോ, തൂക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൂലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോകാത്ത പൊടികളുണ്ട്, കുറേ പൊടി അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും, അതുവരെ ഇത് വലിച്ചെടുക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്ലീനിങ്ങിന് സഹായിക്കുന്ന വയർലെസ് ആയിട്ടുള്ള ഒരു വാക്വം ക്ലീനർ ആണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കാര്യം കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ പ്രൊഡക്ട്സിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ ആദ്യം കാണാനായിട്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.